ബോഡി മാത്രമേ ഉള്ളൂ മെർസിഡീസിൻ്റെ. ഞാൻ പറഞ്ഞ ലോകത്തിൽ തന്നെ മോഡലാണ്. ഇതുവരെ നമുക്ക് പരിചയം ഉണ്ടാവും. ആ കാലത്ത് ബുഗാട്ടിയുടെ ഒരു മോഡലായിരുന്നത്. ഇതൊക്കെ ഒരു പറഞ്ഞ പോലെ അടിപൊളി സാധനം തന്നെ, ഒരു രക്ഷയില്ല. എത്തണം അറിയില്ല. ഇതെല്ലാം ഒരേ 126 തന്നെയാണ്. പക്ഷേ ഹായ് ഫ്രണ്ട്സ്, റാസി കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വന്നിട്ടുള്ളൊരു കാറിൻ്റെ വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ UAE പോയ സമയത്ത് അവിടെ ഒരു കളക്ഷന്, വണ്ടിയുടെ ഒരുപാട് കളക്ഷനുള്ളൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് അബുദാബിന്ന് സൗദിക്ക് പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലത്താണ്. കറക്റ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതായത് എന്താ വെച്ചാൽ, ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഇപ്പോൾ UAE തന്നെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുണ്ടാവും. അവർക്ക് തന്നെ ഒരു വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 10, 15, 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ചെയ്യും. ഒരു ഷെയ്ഖിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വലിയൊരു പ്രദേശത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കുറച്ച് വാഹനങ്ങളും അതിനെ നോക്കി നടത്താൻ വേണ്ടിയിട്ടൊരു കുറച്ച് ആൾക്കാരും കൂടിയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് വീഡിയോയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോയിസ് കുറച്ച് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്ക് ഓണായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഫോണിലൂടെ ഉള്ളത് മാത്രമാണ് അതിൽ ലഭിച്ചത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കാണാത്തവർക്കുമായിട്ട്, അതായത് വണ്ടി കച്ചവടത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വണ്ടിയുടെ സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല ഇത്. ജസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചകൾ, വണ്ടിയുടെ കളക്ഷൻ്റെ കാഴ്ചകൾ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കുറച്ച് വോയിസ് ക്ലാരിറ്റി കുറവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ വിടുന്നത്. അപ്പോൾ നമ്മുടെ റാസി കാർസിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടിയൊക്കെ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ചാനലിൻ്റെ ലിങ്ക്, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് വണ്ടികൾ ഇനിയിപ്പോൾ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഒരുപാട് ടെക്നിക്കൽ വശങ്ങളോ യൂസ് ചെയ്തിട്ടൊന്നുമല്ല. നമ്മൾ ഐഫോണിലാണ് എടുക്കുന്നത്. അതിനായിട്ട് സെപ്പറേറ്റ് ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവാം. അത് പ്രേക്ഷകർ ക്ഷമിക്കണം എന്ന് പറയാണ് ആദ്യമായിട്ട് അവസാനമായിട്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കിടക്കാം. കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഇനി കമൻ്റായിട്ട് ചിലപ്പോൾ വരാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, റാസി കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ അബുദാബി സൗദി റോഡിൽ വരുന്നൊരു വാഹനത്തിൻ്റെ ഒരു കളക്ഷനാണ്. ഇവിടുത്തെ ഒരു ഷെയ്ഖിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയതാണെന്ന് അറിയപ്പെടുന്നൊരു മ്യൂസിയം. വണ്ടികളുടെ പഴയത് പുതിയത് വലിയ വണ്ടികൾ, എല്ലാ വണ്ടികളുടെയും ഒരു കലവറയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വേറെ ആവശ്യത്തിന് വന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട്, ഒരു ബ്ലോഗായിട്ട് ഉൾപ്പെടുത്തിയാണ്. ഒരു സെയിലിനുള്ള വീഡിയോ അല്ല. അപ്പോൾ നമ്മുടെ റാസി കാസിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാ വരുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ചാനലിലേക്ക് എത്തും. ഇതൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല, ജസ്റ്റ് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ വ്ളോഗ് ചെയ്യുന്നതന്നെ ഉള്ളൂ. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്കിൻ്റെതൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു ഗ്ലോബ്, ഒരു വാഹനത്തിൻ്റെ ടയറൊക്കെ വെച്ചിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ഇത് ഒരുപാട് പേര് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും മുമ്പ്, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും അറിയില്ല. വന്ന സ്ഥിതിക്കൊന്ന് കാണിക്കാമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് മിസ്റ്റേക്സോ തെറ്റുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഡീറ്റെയിൽസ് അറിയുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കും. നമുക്ക് ഇതാണ് ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ കാണുന്നത് ഗ്ലോബാണ്. പിന്നെ ടയറിൻ്റെ ഇപ്പോൾ ഏകദേശം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടാം ഐറ്റം ഗ്ലോബാണ്. ഉള്ളിലൊക്കെ പ്രവേശനമില്ല. അടുത്ത നോക്കാം. ഇത് കണ്ടിട്ട് മെർസിഡീസിൻ്റെ W124 ഇതിനൊരു മൊത്തം സൈസസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മാറ്റിയിട്ട് ടയർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. മറ്റേ ട്രാൻസ്മിഷൻ ഹൗസിംഗ് ഒക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ ബോഡി മാത്രമേ ഉള്ളൂ
മെർസിഡീസിൻ്റെ ഈ ടയറിനൊക്കെ കണ്ടില്ല ഓഫ് റോഡ് പക്ക ഓഫ് റോഡ്. നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ്. അതിൻ്റെ സൈസൊക്കെ കണ്ടില്ല, ഹൈറ്റും കാര്യങ്ങളൊക്കെ. ലീഫൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ ട്രക്കിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ആകെ പൊടി പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്. എന്ത് ഉദ്ദേശിച്ച് വെച്ചാണെന്നുള്ള മനസ്സിലാകുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ സ്പെക്ട് ആയിട്ട് കണ്ടാലും അത്ഭുതപ്പെട്ടു തോന്നുന്നു. ഞാൻ പറഞ്ഞ ലോകത്തിൽ തന്നെ അതുകൊണ്ടാണ് ഇവിടുത്തെ മീറ്റ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അറിയില്ല. പിന്നെ താഴത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ട്രാൻസ്മിഷൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതിൽ ഓടുന്നത് തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം വലിയ ട്രക്കിലൊക്കെ വരുന്ന രീതിയിലുള്ളതൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എയറിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതാണ് എയർ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ജീപ്പിൽ വരില്ല, വലിയ വണ്ടീൻ്റെ സിസ്റ്റമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ട്രാൻസ്മിഷനാണത്. ഇപ്പോൾ ഇതിൽ ഗ്രീസ് ഓയിലിൻ്റെ ഇത് വരെ എപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്കൊരു വർക്കിംഗ് ആണ് സാധനം. ട്രാൻസ്മിഷൻ ഇവിടെ ഫ്രണ്ട് ഹൗസിങ് 4-wheel ഡ്രൈവാണ് സാധനം. ബാക്കിലൊക്കെ വരികയാണെങ്കിൽ തന്നെ നല്ല വർക്കിംഗ് ആണ് തോന്നുന്നത്. ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ അതല്ല, ലാർജ് ജസ്റ്റ് മോട്ടോർ സൈഡ് മോഡൽ കാർ ഇൻ ആൻഡ് ഓട്ടോ സൈസ്ഡ് മോഡൽ ഓഫ് വില്ലേജ് ജീപ്പ്. വില്ലേജ് ജീപ്പിൻ്റെ ഒരു മോഡൽ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഹുസൈനസ് ഷെയ്ഖ് ഹമദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ. ഇതൊരു റോയൽ ഫാമിലിയിലുള്ള ഒരു ഷെയ്ഖാണ്. അയാളുടെ മൂപ്പരുടെ അധീനതയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇവിടെ ഡീറ്റെയിൽസൊക്കെ അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് എഞ്ചിനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കുമ്പോൾ ഏത് തരം എഞ്ചിനാണെന്നുള്ള അറിയില്ല. മാതൃകയാണോ എന്താണെന്നൊരു മനസ്സിലാക്കി ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയയാണത്. ഒരുപാട് ഉണ്ട് കളക്ഷനുകൾ കാര്യങ്ങളൊക്കെ. എല്ലാം നമ്മൾ കഴിയുന്നതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ ഹമദ് അൽ നഹ്യാൻ എന്ന് പറഞ്ഞ ഷെയ്ഖാണ്. അത് പഴയ ഒരു ഫോട്ടോ ആണ്. അടുത്തത് ഇതാ ഈ വാഹനമാണ്. ഇത് ഒരു ഉപയോഗിച്ച വാഹനമാണ് തോന്നുന്നു. അവിടെ ഫോട്ടോയിൽ കാണുന്നുണ്ട് പഴയകാല. അടുത്തൊരു ഫോർഡിൻ്റെ ഒരു വാഹനമാണ്. ഫോർഡ് ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഹനം. 1928 നിർമ്മിച്ചൊരു വാഹനമാണ്. അടുത്ത വാഹനം ക്രൈസ്ലർ 1928 US നിർമ്മിച്ച ഒരു വാഹനമാണ്. വെറൈറ്റി സംഭവം തന്നെയാണ്. വെറൈറ്റി വണ്ടികളത്. ഏതൊരു വാഹന കൊതിയന്മാരുടെയും ഒരു ഡ്രീമായിരിക്കും ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊന്ന് കാണുക എന്നുള്ളത്. പിന്നെ ബാക്ക് ആ മിററിൽ കാണുന്നുണ്ട്. ബാക്ക് സൈഡ് കാണാത്തവർക്കൊക്കെ അത് വലിയൊരു കണ്ണാടിയാണത്. ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുന്നൊരു ബഗ്ഗി മോഡൽ ഒരു വാഹനമാണ് അവിടെ കാണാൻ പറ്റുന്നത്.
എൻജിൻ ബാക്ക് സൈഡിലാണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അത്ര അറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 1987 നിർമ്മിച്ച വാഹനം. അത് ഫിയറ്റിൻ്റെ മോഡൽ 1988 ഒരു ചെറിയൊരു ഫ്ലൈറ്റിൻ്റെ മോഡലാണ് കണ്ടിട്ട്. 1988 ഹോണ്ട. അടുത്ത വാഹനം ഒരു ഡോഡ്ജിൻ്റെ വാഹനമാണ്. ഡോഡ്ജ് സ്പെഷ്യൽ റോഡ്സ്റ്റർ 1925 US നിർമ്മിച്ചൊരു വാഹനമാണ്. കാലിഫോർണിയ രജിസ്ട്രേഷനിലാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ റയറസ്റ്റാണ്. ഞാനൊരു വണ്ടി ഭ്രാന്തനാണ്. ഓൾറെഡി ഞാൻ ഒരുപാട് കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇവിടുത്തെ മോഡലുകളൊന്നും ഞാൻ അതെവിടെ കണ്ടിട്ടില്ല. അടുത്തൊരു മോഡലാണത്. ഇതൊരു ബൈച്ച് തരത്തിലുള്ളൊരു ഫോട്ടോ കാണുന്നുണ്ട്. ഏറ്റവും പഴയ മോഡലാണ് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല. മറ്റുള്ള അവിടെ ഉള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് കാണുന്നില്ല. ഏതാണ് വണ്ടി എന്നുള്ളത്. കാലിഫോർണിയ എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതേതാണ് മോഡൽ ഇവിടെ എഴുതിച്ചിട്ടില്ല. കണ്ടിട്ട് ഫോർഡിൻ്റെതാണ് ഇവിടെ ഫോർഡ്. പിന്നൊരു യമണ്ടൻ സാധനമാണിത്. എന്താണെന്ന് നോക്കണം. ഫ്രാൻസ് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ 1925 മോഡലാണ്. ഇതൊക്കെ ഇതൊക്കെ ഒന്നേ തന്നെ കാണുള്ളൂ വേൾഡിൽ. അങ്ങനെയുള്ള വണ്ടികളാണ് ഇവർ എടുത്തു വെക്കുന്നത്. മൊത്തത്തിൽ റയറസ്റ്റ് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇത് കൂടുതൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അടുത്ത വന്നിട്ട് കാഡിലാക്ക് ഫ്ലീറ്റ് വുഡ് 1954 US നിർമ്മിച്ച വാഹനമാണ്. ഇത് പറഞ്ഞ പോലെ ഇത് ഏകദേശം സാമ്യത കാണുന്നുണ്ട്. പക്ഷെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട്. അത്രത്തോളം ഇതിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഫ്രണ്ടേജ് പ്രത്യേക എന്താ പറയുക, ഒരു മിസൈൽ രൂപത്തിലൊക്കെ ഉള്ളത് തോന്നും കണ്ടാൽ. അടുത്തത് വാഹനമാണ് ഇത് ബ്യൂക്ക് സൂപ്പർ 1956 ബ്യൂക്ക് സൂപ്പർ. രക്ഷയില്ലാത്ത വാഹനം. അടുത്ത് ഡോഡ്ജാണിത് വാഹനം. ഏതാണെന്നുള്ളത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയില്ല ഏതാണ്. ഫാസ്റ്റിലാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് തികയൊന്നും അറിയില്ല. ഇത് പ്ലിമൗത്താണ്. പ്ലിമൗത്തിൻ്റെ ഒരു മോഡലാണ്. ഇത്രയും വാഹനങ്ങളൊക്കെ ഒരു കാലത്ത് നമ്മുടെ നിരത്തിലൂടെ, നമ്മുടെ ഇന്ത്യൻ നിരത്ത് നല്ല ഉദ്ദേശിച്ച് ലോകത്തിലൊക്കെ ഇറങ്ങിയൊരു വാഹനങ്ങൾ ഇത്രയും എണ്ണ ഉണ്ട് എന്ന് അറിയുമ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. ഇതിനോട് കൂടുതൽ ആരാധനയുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടുള്ളൂ, മനസ്സിലാവുള്ളൂ. അടുത്ത വാഹനം റെഡ് കളറാണ്. ഇത് കാഡിലാക്ക് 1959 US നിർമ്മിച്ച വാഹനം. കാഡിലാക്ക് പുതിയ വെർഷനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വാഹനത്തിന് ഡീറ്റെയിൽസ് കൊടുത്തില്ല. ഇത് ഫോർഡാണ്. ഇത് 4 പേർക്ക് ഇന്നത്തെയൊക്കെ ഓൺലി രാജാക്കന്മാരെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്താവണം. ഇത് ഇപ്പം നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ നല്ല എമൗണ്ട് വില വരുന്നൊരു വാഹനങ്ങളാവുമെന്ന് തോന്നുന്നു കണ്ടിട്ട്.
പിന്നെ അടുത്ത വാഹനം 1921 എന്നൊക്കെയാണ് നമ്പർ പ്ലേറ്റ് കാണുന്നത്. ഇത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് വണ്ടി. കമൻറ്റിൽ ആർക്കെങ്കിലും മനസ്സിലായി പറയണേ. ഇതും 4 ഡോറാണ്, 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അടുത്ത വാഹനം നിസാൻ്റെ ഒരു വാഹനമാണ്. നിസാൻ 1980 നിർമ്മിച്ച വാഹനം. പ്രത്യേക ടൈപ്പ്, ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലാണ് കണ്ടിട്ട്. 1980 കാഡിലാക്കാണ്. 2 കാഡിലാക്ക് ഉണ്ട് ഇവിടെ. ഒരു വ്യത്യാസം, 2 കാഡിലാക്കാണ് വലുത്. കാഡിലാക്ക് ലിമോസിനാണ് തോന്നുന്നത്. ഡബിൾ ഡോറും നീളം കൂടുതലുണ്ട്. ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് തോന്നുന്നു. 1964 US. പിന്നെ മെയിൻ ഗ്ലാസിൻ്റെ അവിടെ കണ്ടു, അവിടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെ അടുത്തത് ഷെവർലെ 327. ബുഗാട്ടി ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. ആ കാലത്ത് ബുഗാട്ടിയുടെ ഒരു മോഡലായിരുന്നത്. 1925 ഓർക്കണം. ഒരു സിസ്റ്റംസൊക്കെ ഒരു റേസിംഗ് കാറായിരിക്കും എന്ന് തോന്നുന്നു. UAE നിർമ്മിച്ചിരുന്നു. എനിക്കൊന്ന് സ്പെഷ്യൽ സീറ്റിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയതാണ്. 3 സീറ്റ് 3 ആണ്. പ്രത്യേകിച്ചും ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അടുത്തതായിട്ടാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് ഡോഡ്ജ് പവർ വയർ 1961 US നിർമ്മിച്ച ഡോഡ്ജ് പവർ പിക്കപ്പാണ്. ഈ ഭാഗത്തിൻ്റെ ഇതിന് ചെറുത് ഇതൊക്കെ ഒറിജിനലാണ്. പുറത്തൊക്കെ ഓടിച്ചിരുന്നതാണെന്ന് പറയുന്നുണ്ട്. വീടിൻ്റെ സൈസ് വലിയ ഇതൊരു ചെറിയൊരു കുഞ്ഞൻ കാറാണ്. മീ ബെയ്ലി മോഡൽ 1963 ജപ്പാനിൽ നിർമ്മിച്ച വാഹനം. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരു കുഞ്ഞൻ വാഹനമാണ് കണ്ടിട്ട്. രണ്ടുപേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ്. ഡാഷൊക്കെ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് കാണാം, മറ്റുള്ളത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഇത് എല്ലാ വണ്ടിയുടെ ബാക്ക് സൈഡാണ്, മിററിൽ കാണുന്നതാണ്. ഇത് ഇമ്പീരിയലിലെ ബറോൺ അങ്ങനത്തെ ഒരു വണ്ടി ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ടോ. 1975. ഇതും അതിൻ്റെ ഒരു മോഡലാണ് തോന്നുന്നത്. ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു ഇതാണ് ഡീറ്റെയിൽസ് അറിയില്ല. ഇമ്പീരിയൽ ക്രൗൺ കൂപ്പേ 1964 വരുന്ന അടിപൊളി സാധനങ്ങൾ തന്നെ, വെറൈറ്റി.
ഇതിപ്പോൾ അടുത്ത കാലത്ത് കളക്ട് ചെയ്താണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് ഫോർഡ് തണ്ടർ ബേർഡ് 1964. ഇതും അതിൻ്റെ വേറൊരു മോഡലാണ് തോന്നുന്നു, പേര് കൊടുത്തിട്ടില്ല. ഇതും ഫോർഡ് തണ്ടർ ബേർഡ് 1962. സമയക്കുറവ് മൂലമാണ് സ്പീഡാക്കി പോകുന്നത് കേട്ടോ. ഇത് ഫോർഡ് തണ്ടർ ബേർഡ് 1963 USA, വേറെ കളറാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാഡിലാക്ക് ഡെവിൽ 1968. നമ്മൾ നേരത്തെ കണ്ട കാഡിലാക്കുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഷവർലെ ഇംപാല, ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇന്ത്യയിലൊരു 10 ഉണ്ടാവുമെന്ന് തോന്നുന്നു. 1964 ഇംപാല. അടുത്തത് മോഡൽ ഏതാണെന്ന് കൊടുത്തിട്ടില്ല, അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാണ്. ഷവർലെറ്റിനാണ്, ഷവർലയുടെ വണ്ടിയാണ്. ഇതും ഷവർലെ. ഇത് ഡോഡ്ജ്. ഏത് വാനാണെന്ന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഷവർലയുടെ ഒരു പ്രത്യേക ടൈപ്പാണ്. ഷവർലെ റേസിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ തോന്നുന്നു. 64 ഉള്ളിലുണ്ട്. പ്രത്യേകം ഒരു RPM മീറ്റർ കാര്യങ്ങൾ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്യൂക്ക് റിവേറ 1969 മോഡൽ. ഇത് ഏതാണെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. വലിയ വീതിയും വലിപ്പമുള്ള വാഹനങ്ങളാണ് കേട്ടോ. ഇത് റവേറ നമ്മൾ നേരത്തെ കണ്ട. ഇത് മൊത്തം വണ്ടികളെ പല ടൈപ്പ് വേർഷനാണ് തോന്നുന്നത്. ഇതൊരു മെർക്കുറി 1948 US നിർമ്മിച്ചൊരു വാഹനമാണ്. ഭയങ്കര സംഭവമാണ്. അടിപൊളി. ഇപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ ഈ ഒരു ക്രോമ് കാര്യങ്ങളൊക്കെ. നല്ല ക്വാളിറ്റിയാണ്. ഇതൊന്നും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയിൽ. നമ്മുടെ നാട് ഇന്ത്യയാണല്ലോ, ഇന്ത്യയിലൊന്നും ഇത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനുണ്ടെന്ന് പറയണേ കമൻറ്റ്. വെൽ മെയിൻറ്റെയിൻഡാണ്. അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് അവരിത് ഇവിടെ വെച്ചിട്ടുള്ളത്. മെയിൻ്റെനൻസിന് ഒരുപാട് ചിലവ് വരുന്നുണ്ടാവും. ഫോർ ഡോറാണ്. അടുത്ത് പ്ലീമൗത്ത്. ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു വാഹനമാണ്, പ്ലീമൗത്തിൻ്റെ വാഹനം. നേരത്തെ വണ്ടിയുടെ ആ ഒരു ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ക്രിസ്ലർ ന്യൂയോർക്ക് 1970. ഭയങ്കര വണ്ടികൾ തന്നെ. പഴയ ഓൾഡ് മൂവിയിലൊക്കെ കാണുന്നത് ടൈപ്പ് വാഹനങ്ങളാണ്. കുറച്ചുകൂടി ന്യൂ മോഡലാണ് തോന്നുന്നുണ്ട്, പക്ഷേ ഒന്നും എഴുതി കാണുന്നില്ല ഡീറ്റെയിൽസ്. ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, എന്നാലും വിൻറ്റേജ് അപേക്ഷിച്ച് കുറച്ച് ലേറ്റസ്റ്റ് ആവുന്നു. ഇതും കവർ ചെയ്തിട്ടുള്ളത്, എന്താണ് ഡീറ്റെയിൽസ് എന്ന് അറിയില്ല. ഇത് കാഡിലാക്ക് എൽഡോറാഡോ 1974 US. ഭയങ്കര വണ്ടി തന്നെ കിട്ടുന്നു. കൺവെർട്ടബിളാണ്. ഇതൊരു പ്രത്യേക വണ്ടിയാണ് കേട്ടത് സാധനം. എന്തൊരു ഡീറ്റെയിൽസ് നോക്കട്ടെ. കാഡിലാക്ക് എൽഡോറ 1974 US. എന്തൊരു മിനിസ്റ്റേഴ്സിനോ പ്രസിഡൻ്റൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് കണ്ടിട്ട്. കോടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാർ ഉപയോഗിച്ചിട്ട് പിന്നെ ഷെയ്ക്ക് വാങ്ങിയതാവാനാണ് സാധ്യത.
ഇതടുത്ത് പ്ലെമൗത്ത് മാസ്റ്റർ. ഈ വാഹനം നമ്മുടെ നാട്ടിലുണ്ട് തോന്നുന്നു, 1949. പക്ഷേ ഈ ഒരു പ്ലെമൗത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. പ്ലെമൗത്ത് പറഞ്ഞ അടുത്ത 1942 ഷെവർലെറ്റ് ഫ്രീറ്റൺ 1942 USA നിർമ്മിച്ച വാഹനമാണ്. അടുത്തതൊരു മുതൽ സാധനം തന്നെയാണ്, പക്ഷേ ഏതാണ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ട് ചില വാഹനങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഡിസ്ക്രിപ്ഷന്. ഏതാണ് ഡോഡ്ജാണോ എന്ന് സംശയമുണ്ട്, എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. അതൊരു സംഭവം തന്നെയാണ്. അടുത്തത് അങ്ങനെ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഏതോ ഡീറ്റെയിൽസ് ഇല്ല. വേറെ ടൈപ്പ് വാഹനം ഡീറ്റെയിൽസ് സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല ഇവിടെ ഏതാണെന്ന്. എന്തായാലും അടിപൊളി. ഇത് കാഡിലാക്ക് CTS മോഡൽ 1976 ആണ്. ഇത് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് ഇല്ല, അറിയുന്നവർ കമൻ്റ് ചെയ്യണേ. ഈ വാഹനം ഞാൻ കുറേ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഗൾഫ് രാജ്യത്ത് സൗദിയിലൊക്കെ കണ്ടിട്ടുണ്ട്. സൗദിയിലാണ് കൂടുതലും തോന്നുന്നു, കാഡിലാക്കാണെന്ന് തോന്നുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയുന്നവരാണ്. അടുത്തവും അതുപോലത്തെ ഇതിപ്പോൾ ഈ കണ്ട അതുപോലത്തെ ഒരു വാഹനമാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഒരുപാട് വണ്ടികൾ കളക്ഷൻ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് പോകുന്നു കേട്ടോ, ക്ഷമിക്കണം. അടുത്ത് ഫോർഡിൻ്റെ ഒരു വാഹനം 1955 US നിർമ്മിച്ച വാഹനം. ഇതൊക്കെ ഒരു പറഞ്ഞ ഒരു അടിപൊളി സാധനം തന്നെ, ഒരു രക്ഷയില്ല. കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ഫേസ് ആണെങ്കിലും ഒക്കെ അടിപൊളി സാധനം. അടുത്ത് ഷെവർലയുടെ ആണ്. ഇതും രക്ഷയില്ലാത്ത വാഹനമാണ്, അടിപൊളി, ഒന്നും പറയാൻ വാക്കുകളില്ല, അത്രയും സൂപ്പറാണ്. അടുത്ത് ഡോഡ്ജാണ്. രക്ഷയില്ല കേട്ടോ, എല്ലാ വണ്ടികളും രക്ഷയില്ലാത്ത രീതിയിലാണ് പണിതോടെ വെച്ചിട്ടുള്ളത്. വെറുതെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷനിൽ ഒന്നാണെന്ന് പറയുന്നത്. അത്രയും ഇത് ഡോഡ്ജ് റോയൽ ലാൻസറാണ് 1955. അടുത്തത് കാഡിലാക്ക് ഫ്ലീറ്റ്വുഡ് 1955 നിർമ്മിച്ച വാഹനമാണ്. ഇതൊരു അന്നത്തെ ലക്ഷറിയാണ് തോന്നുന്നു, ഹൈ ക്ലാസ് ലക്ഷറി. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ഭാഗങ്ങളൊക്കെ ഒരു വെറൈറ്റിയിൽ തന്നെ ഉള്ളത്. അടുത്ത വാഹനം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് കാഡിലാക്കാണെന്ന് തോന്നുന്നു. പ്രത്യേക പ്രസിഡൻ്റ് ആരോ ഉപയോഗിച്ച വാഹനങ്ങൾ തോന്നുന്നില്ല, പ്രത്യേക ടൈപ്പാണ്. ഇവിടെ സ്പെഷ്യൽ വാഹനങ്ങളേ ഉള്ളൂ, വേറെ കാര്യം. സെപ്പറേറ്റ് ഉണ്ട്, ഡ്രൈവർ സീറ്റിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആൾ ഉപയോഗിച്ച വാഹനമാണ്. അടുത്തത് എന്താ കറക്റ്റ് വായിച്ചാൽ 1989. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു, ആ കണ്ട വൈറ്റിൻ്റെ വേറൊരു ടൈപ്പ് ലിമോസിനല്ല, മറ്റേ ലിമോസിനായിരുന്നു ചെറുത്.
ഇതൊക്കെ ഒരു ഗണത്തിൽപ്പെടുന്ന തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല ഇവിടെ. 1992 കുറച്ച് മോഡൽ കൂടിയതാണ്. US കാഡിലാക് എലഗൻസ് നടത്തുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് മെർസിഡീസാണ് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മൾ റാസി കാർസ് എന്ന് പറയില്ല, അതിൽ പെട്ട എൻ്റെ മോനാണ്. ഞാനാണ് റാസി കാർസ് എൻ്റെ ആള്. ഇവിടെ അങ്ങോട്ട് നോക്കി, ഇവിടെ നിന്നാണ്. ഇവിടെ ബെൻസിനോടാണ് പ്രിയം തോന്നുന്നത് കേട്ടോ. ബെൻസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരി, നമുക്ക് കാണിക്കാൻ പോകുന്ന ഒട്ട വാഹനങ്ങളാണിത്. ഇവിടെ നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു കളക്ഷനാണ്. വളരെ വിശാലമായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. നമ്മുടെ പ്രിയ വാഹനമാണ് മെർസിഡീസ് ബെൻസ്. 1956 മെർസിഡീസ് 180 എന്ന് പറയുന്ന മോഡലാണ്. വളരെ കൂടുതൽ വിറ്റഴിച്ചൊരു വാഹനമാണ് കേട്ടോ. അത് എണ്ണം നമ്പറുകൾ ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ 1-2 ഉണ്ട് തോന്നുന്നു. ഇന്ത്യയിൽ കുറച്ച് എണ്ണം ഉണ്ട്. ഇത് മെർസിഡീസ് 200 1967. ഇത് ഫിൻഡെയിൽ എന്നൊക്കെ പറയുന്ന മോഡലാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും അറിയുന്നവർ പറയാം. എനിക്ക് കുറച്ച് അറിവ് ഇതിൽ ഉണ്ടെങ്കിലും വളരെ പരിമിതമാണ്. മെർസിഡീസ് SCEL 300 മോഡൽ 1970. ഒരു സ്പെഷ്യൽ വാഹനമാണ്. എസ് ക്ലാസിൻ്റെ ഒരു ഇതിൽ കൊടുത്താൻ പറ്റും. വളരെ നീറ്റ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അടുത്ത മെർസിഡീസ് 600 1967. ഇത് പുൾമാൻ എന്നൊക്കെ പറയുന്നൊരു, അതായത് നമ്മുടെ പ്രസിഡൻറ്റുമാരൊക്കെ ഉപയോഗിച്ച ഒരുപാട് ഡിക്റ്റാറ്റേഴ്സൊക്കെ, സദ്ദാം ഹുസൈനൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വാഹനമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈദി അമീൻ, ആഫ്രിക്കൻ രാജ്യത്തിലെ ഏതൊരു രാജ്യത്തിലൊരു പ്രസിഡൻ്റായിരുന്നു ഈദി അമീൻ. ഒരു അമേരിക്കൻ പ്രസിഡന്റുമാർ, സദ്ദാം ഹുസൈൻ, ഇവരൊക്കെ ഉപയോഗിച്ചൊരു വാഹനമാണ്. ഷെയ്ഖ് സായിദും ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നു. ഈ സെയിം വാഹനമല്ല, ഈ ഒരു 600 പുൾമാൻ. ഇതൊക്കെ വളരെ റയറസ്റ്റാണ് ഡിറ്റക്ടേഴ്സ്. അത് അത്രയും അന്ന് 1980 70 ഭരിച്ചിരുന്ന ഡിറ്റക്ടേഴ്സ്, പ്രസിഡന്റ് വലിയ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച വാഹനമാണ്. അത്രയും എനിക്കിഷ്ടപ്പെട്ടൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് പുൾമാൻ. ഇത് പുൾമാനല്ല, ഇത് 4 സീറ്ററാണ്. പിന്നെ പുൾമാൻ ലിമോസിന് വേറൊരു വാഹനമുണ്ട്, അതാണ് അവർ ഉപയോഗിച്ചത് കേട്ടോ. ഈ ടൈപ്പല്ല. ഇതിൻ്റെ ഫ്രണ്ട് ഇതായിരിക്കും, പക്ഷേ നീളം കൂടിയ വാഹനം. ഇത് മെർസിഡീസ് SCL 450 1980. അതായത് ഇപ്പോഴത്തെ എസ് ക്ലാസ് എന്നൊക്കെ പറയുന്ന അന്നത്തെ എസ് ക്ലാസ്സാണ് SCL. അടിപൊളി വാഹനം, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മെർസിഡീസ് 250 1984. നമ്മുടെ 124 ഇത് പറയാം, പക്ഷേ കുറച്ച് നീളം കൂടിയിട്ടുണ്ട്. സെൻട്രലുണ്ട് സീറ്റൊക്കെ, അഡീഷണൽ സീറ്റൊക്കെ എടുത്തിട്ട്. കുറച്ച് 124 ഇത് പറയാം, പക്ഷേ കുറച്ച് നീളം കൂടിയിട്ടുണ്ട്. സെൻട്രലുണ്ട് സീറ്റൊക്കെ, അഡീഷണൽ സീറ്റൊക്കെ എടുത്തിട്ട്. കുറച്ച് ലിമോസിനാണ്. സ്പെഷ്യലാണ് കേട്ടോ. മെർസിഡീസ് 100 SCL ആണ്. 100 SCL പറഞ്ഞാൽ സ്പെഷ്യൽ കസ്റ്റമൈസ്ഡാണ്. 1983, അതായത് W126 എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ ഒരു ഇതിലാണ് തോന്നിയിട്ടുണ്ട്. സ്പെഷ്യൽ എഡിഷൻ, അതായത് 100 പറഞ്ഞാൽ 12 സിലിണ്ടർ ആയിരിക്കും. 600 SCL നമ്മൾ കണ്ടിട്ടുള്ളൂ. 100 SCL ആണ്. ഇതേതാണ് വണ്ടി? ഏതാണിത്? പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞത്, സോറി, നമ്മൾ പറഞ്ഞ് 1983 മെർസിഡീസ് SCL 126 ഇന്നത്തെ എസ് ക്ലാസിൻ്റെ ഏറ്റവും പീക്ക് എന്ന് പറയാം. 12 സിലിണ്ടറൊക്കെ ഉള്ളതിൽ വരുന്നത്. സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ആണ്. ഇതിലേക്ക് നോക്കിയാൽ അറിയാം.
അടുത്തത് 1981. ഇത് 126 തന്നെയാണ്, പക്ഷേ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ കളറൊക്കെ അടിച്ച് 1 2 എത്രയോ റെയിൻബോ കളറാണ് തോന്നുന്നു. അടുത്തത് മെഴ്സഡീസ് SCL 500 SCL 126 തന്നെ വേറൊരു ടൈപ്പ്. ഒക്കെ കസ്റ്റമൈസ്ഡാണ് കേട്ടോ. അടുത്തത് 500 SCL ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് ഇതൊരു കളറാണ്. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ വാഹനം കണ്ടില്ല, ഇതിൻ്റെ കളറ് ഇതെത്ര കളറുണ്ടോ അത്ര കളറിലാണ് ഈ വാഹനം മൊത്തം ഉള്ളത്. അപ്പോൾ ഈ ഷെയ്ഖിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് അന്ന് ഇത്രയും കളറിലാണ് വണ്ടികൾ ഇറക്കിയത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യമാണോ അറിയില്ല. ഇതെല്ലാം ഒരേ 126 തന്നെയാണ്, പക്ഷേ കളർ വ്യത്യാസം, സ്പെക്ക് വ്യത്യാസമുണ്ട്. ഒരു വൈപ്പർ വരുന്ന മോഡൽ തന്നെയാണ് എന്നിട്ട്. ഓരോ കളറിലാണ് വണ്ടി. ഇൻറ്റീരിയറും നോക്കണേ, ശ്രദ്ധിക്കണേ. ഞാൻ പറയാൻ പറഞ്ഞു, ഇൻറ്റീരിയർ ഇത് ബോഡി കളറാണ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഓരോ കളറിലാണ് വണ്ടി. ഇൻറ്റീരിയറും നോക്കണേ, ശ്രദ്ധിക്കണേ. ഞാൻ പറയാൻ പറഞ്ഞു, ഇൻറ്റീരിയർ ഇത് ബോഡി കളറാണ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഉള്ളത്. ഇതൊക്കെ എൻ്റെ ഒരു വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ മ്യൂസിയം ഒന്ന് കാണണം എന്നുള്ളത്. അതിന് മാത്രമുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പണ്ട് ഇവിടെ ഒരു ജോലി ചെയ്ത സമയത്തും നമുക്കതൊന്നും കാണാൻ പറ്റില്ല. വളരെ വെറൈറ്റി തന്നെയല്ലേ, ഒന്നും പറയാനില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് മൊത്തം S ക്ലാസ് ആണ് കൂടുതലും ഇവിടെ ഈ സെക്ഷനിൽ. ഇത് 1001 SCL. ഇതൊക്കെ ഓരോ സ്പെഷ്യലൈസ്ഡാണ്. എന്തൊക്കെയാണ് അതിൽ സ്പെഷ്യലൈസ്ഡ് ഉള്ളത് നമുക്ക് കാണാൻ അറിയില്ല. ഇത് 450 SC ആണ്. 1976 SC ആണ്. 1976. അടുത്തത് വന്നിട്ട് മെഴ്സഡീസ് 280S 1965 S ക്ലാസിൻ്റെ. അത് രാജാവാണ്, രാജാവ്. സമയക്കുറവ് മുതലായിട്ട് കേട്ടോ സ്പീഡാക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. ഇത് 126 ആണ്. അത് 90 ലാസ്റ്റ് ഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടി. പിന്നെ ഇവിടെ ഒന്നുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളേറ്റവും ഫേവറേറ്റ് വണ്ടി W124 500E. അത് 6 സിലിണ്ടറാണ് തോന്നുന്നു. V12 എഞ്ചിനിൽ വെച്ചിട്ട് വരുന്നത്. ഇതിൻ്റെ നമ്പർ 500 എന്ന് നമ്മൾ ഉദ്ദേശിച്ച് അങ്ങനെ പറയുന്നതാണ്. അതിനായിരിക്കും എഞ്ചിൻ വരിക. ഇതാണ് ടാങ്ക് എന്ന് പറയുന്നത്. ഇതും ഒരുപാട് പ്രസിഡന്റുമാരൊക്കെ ഉപയോഗിച്ച V12 ആണ് കേട്ടോ എഞ്ചിനാണ്. സദ്ദാം ഹുസൈനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വണ്ടി എന്ന് പറയപ്പെടുന്നുണ്ട്. S600 V12 എഞ്ചിനകത്ത് 97 W140 എന്ന് പറയുന്നൊരു മോഡലാണ്. 140.